അന്നപൂർണാദേവിയുടെ കഥ അറിയാമോ? ഒരിക്കൽ ദാരിദ്ര്യം ലോകമെങ്ങും പടർന്നു പിടിച്ചു. വിശപ്പകറ്റാൻ ഒരു വറ്റുപോലുമില്ലാതെ ജനങ്ങൾ കഷ്ടപ്പെട്ടു. ദേവന്മാർ പോലും അന്നത്തിനായി അലഞ്ഞു. കയ്യിൽ ഭിക്ഷാപാത്രവുമായി പരമശിവൻ ഭൂമിയിലൂടെ നടന്നു. പക്ഷേ ആരും അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയില്ല. ശിവൻ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെയൊരു അവസ്ഥ വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇത് അന്നപൂർണാദേവിയുടെ ലീലയായിരുന്നു. ഭക്ഷണത്തിന്റെ ദേവതയായ ദേവി ലോകത്ത് ധാന്യസമൃദ്ധി ഇല്ലാതാക്കിയത് അന്നത്തിന്റെ പ്രാധാന്യം എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. വിശപ്പിന്റെ വിലയെറിഞ്ഞപ്പോൾ മാത്രമാണ് അന്നത്തിന്റെ മഹത്വം എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. ഒടുവിൽ ശിവൻ കാശിയിലെത്തി. അവിടെ അന്നപൂർണാദേവി ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. ശിവൻ ദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. ദേവി പുഞ്ചിരിച്ചുകൊണ്ട് ശിവന് ഭക്ഷണം നൽകി. ആ ഭക്ഷണം കഴിച്ചപ്പോൾ ശിവന്റെ വിശപ്പ് മാറി. അന്നപൂർണാദേവിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നതെന്നും ദേവി ഇല്ലെങ്കിൽ ലോകത്ത് ജീവൻ നിലനിൽക്കില്ലെന്നും ശിവൻ അന്നേരം തിരിച്ചറിഞ്ഞു. അന്നപൂർണാദേവി ഭക്തർക്ക് അന്നവും ഐശ്വര്യവും നൽകുന്ന ദേവിയായി വാഴ്ത്തപ്പെടുന്നു. കാശിയിലെ അന്നപൂർണാദേവി ക്ഷേത്രം ഇന്നും പ്രസിദ്ധമാണ്.